ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തവാദുവും ഉസ്താദിന്റെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്ത് ഉസ്താദിന്റെ പേരിൽ പലരും പ്രചരിപ്പിക്കപ്പെട്ടതാണ് വാസ്തവത്തിൽ ഈ വാപ്പി സംവിധാനവുമായിട്ടുള്ള ഉസ്താദിന്റെ നിലപാടിന് കാരണം. സംഘടനാപരമായിട്ടുള്ള ചില നിർബന്ധിതാവസ്ഥകളിൽ ഉസ്താദ് കുടുങ്ങിപ്പോയതാണ് എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. സംഘടനാപരമായ ചില കെട്ടുപാടുകളിൽ കുടുങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഉസ്താദ് അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. CIC-യുമായി ബന്ധപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് എടുത്ത തീരുമാനം ചില സംഘടനാ കെട്ടുപാടുകളിൽ പെട്ടുപോയിട്ട് എടുത്തതാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആലിക്കുട്ടി ഉസ്താദ് സ്വന്തമായിട്ടൊരു നിലപാട് ഉള്ള ആളായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്യരായ ആലിക്കുട്ടി ഉസ്താദിൻ്റെ അനുസ്മരണം എന്ന പേരിൽ ആലിക്കുട്ടി ഉസ്താദിനെ നിന്ദിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആലിക്കുട്ടി ഉസ്താദ് എന്താണ് പറഞ്ഞത്? അതിന് നേതൃത്വം നൽകി. അത് എങ്ങനെ വേണം എന്ന് പെട്ടെന്ന് പറയുന്ന ഒരു പരിപാടിയല്ല സമസ്തയുടെ. ഇതിന് കുറേ താമസമെടുക്കും, ആലോചിക്കും, വളരെയധികം സാവകാശം കൊടുക്കും. അങ്ങനെ സാവകാശമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ പരിപാടി എന്തെങ്കിലും കർശനമായ ഒരു നിലപാടെടുക്കുന്നത്, ഒരു കർശനമായ നയം അതിൻ്റേത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ സന്ദർഭത്തിലെല്ലാം സമസ്ത കേരള ജമിയത്തുൽ കീഴിലുള്ള ആളുകളും സമസ്തനെ അംഗീകരിക്കുന്ന ധാരാളം ആളുകളും അതോടൊപ്പം തന്നെയാണ് നിന്നുകൊണ്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ എതിരിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ച ഹക്കീം ഫൈസി അവർ സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ആ ആലിക്കുട്ടി ഉസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾ ഈ മീഡിയയിൽ കണ്ടത്. യഥാർത്ഥത്തിൽ ആലിക്കുട്ടി ഉസ്താദ് നോക്കി വായിക്കുക പോലല്ല, നല്ല ബോധത്തിൽ, നല്ല അദ്ദേഹത്തിന് അത്യാവശ്യമൊക്കെ ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത്, നല്ല കാര്യബോധമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ സ്വന്തം ശൈലിയിൽ അദ്ദേഹം അത് വിളിച്ചു പറയുകയാണ് ചെയ്തത്. വഫാത്തായി കഴിഞ്ഞതിന് ശേഷം എന്തും പറയാലോ, ഒരാളുടെ പേരിൽ വഫാത്തായി കഴിഞ്ഞതിന് ശേഷം എന്തും പറയാം. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ചോദ്യം ചെയ്യുന്നില്ല. നേരെ മറിച്ച് ആലിക്കുട്ടി ഉസ്താദിൻ്റെ ജീവിതകാലത്താണിത് പറഞ്ഞതെങ്കിൽ ഓടാൻ സ്ഥലം മതിയാവോ? ബാക്കി പറയട്ടെ. റബീഉൽ അവൽക്ക് ചോറ് വെക്കണ കഥ. റബീഉൽ അവൽക്ക് ചോറ് വെക്കണ്ട, ചോക്ലേറ്റ് കൊടുത്താൽ മതി എന്ന് പ്രസംഗിച്ച് വഹാബിസം ചുളുവിലൂടെ കടത്തിക്കൂട്ടുകയാണ് എന്നാണ് മറ്റൊരു ആരോപണം ഉണ്ടായിരുന്നത്. പത്രത്തിലൊക്കെ വന്ന ആരോപണങ്ങളാണ് ഇപ്പം. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പൊ സുന്നികളും വഹാബികളും തമ്മിലുള്ള വ്യത്യാസം? സുന്നികൾ മൗലൂദ് ഓതി കഴിഞ്ഞാൽ ഇറച്ചിയും ചോറും വിതരണം ചെയ്യും. വഹാബികളാകുമ്പോൾ മൗലൂദ് ഓതി കഴിഞ്ഞിട്ട് കേക്ക് വിതരണം ചെയ്യുള്ളൂ. ഇതാണോ സുന്നി വഹാബിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴും അതിന് ചിരി മാത്രമാണ് മറുപടി ഉണ്ടായത്. ഒരു മുഷാവറ അംഗത്തിനോട് ഇദ്ദേഹം ചോദിച്ചു എന്താണ് ഹക്കീം ഫൈസിയുടെ സുന്നി വിരുദ്ധത, എന്നിട്ട് ആ മുഷാവറ മെമ്പർക്ക് ഉത്തരം കിട്ടിയില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ചിരി മാത്രമാണ് മറുപടി എന്നൊക്കെയാണ്. പക്ഷേ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിയോടും ചോദിച്ചാൽ പറഞ്ഞുതരും ഹക്കീം ഫൈസിയുടെ ആദർശ വിരുദ്ധത എന്താണ്. അത്രത്തോളം അത് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്, അതിൻ്റെ ക്ലിപ്പുകളും മറ്റൊക്കെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വഹാബികൾ ഇവിടെ കടന്നു വരുമ്പോൾ അവരാദ്യമായിട്ട് നബിദിനാഘോഷം എതിർത്തുകൊണ്ടല്ല കടന്നു വന്നിട്ടുള്ളത്. മെല്ലെ മെല്ലെയാണ് അവർ നബിദിനാഘോഷത്തിനെ പാടെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, ആദ്യമൊക്കെ നബിദിനം ആഘോഷിച്ചവരായിരുന്നു വഹാബികൾ. പിന്നെ മെല്ലെ മെല്ലെ കടന്നു വന്നതുപോലെ ഭക്ഷണം ധാരാളം വിതരണം ചെയ്ത്, എത്ര വിതരണം ചെയ്താലും മഹാന്മാർ പറഞ്ഞത് ഉഹദ് മലയോളം എനിക്ക് സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുമായിരുന്നു എന്നാണ്. അതിനൊന്നും അവർ ദൂരത്തിൻ്റെ ഗണത്തിൽ കണ്ടതില്ല. എന്നാൽ ഇദ്ദേഹം പറയുന്നതോ, ഇദ്ദേഹം പറഞ്ഞ ആ പ്രയോഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായതിൽ അത് തികച്ചും അതൊരു അദബുകേടായി പണ്ഡിതന്മാർ വിലയിരുത്തി. ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? സമസ്തയുടെ മുഷാവറ അംഗങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്, നമ്മളെപ്പോലത്തെ ആളുകളെയല്ല. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ബിദഅത്തുകളൊക്കെ കയറിക്കൂടുക. പിന്നെ ഹക്കീം ഫൈസിക്കെതിരെ സമസ്ത പറഞ്ഞത് അദ്ദേഹം ബിദഅയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദർശവിരുദ്ധ പ്രചരണം നടത്തി എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ആദർശവിരുദ്ധ പ്രചരണം നടത്തി, അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊന്നുമൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് തെളിവ് സഹിതം നിരത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് പ്രസംഗിച്ചൊരു പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിളാണ്. വിവാദ വ്യക്തിയുടെ 10 ആദർശ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായ യാഥാർത്ഥ്യമാണ്. ഇനിയും മനസ്സിലാവാത്തവർക്ക് ചില സൂക്കേടുണ്ട്. അതാണ് സമസ്ത വിരോധം എന്നുള്ളത്. മനസ്സിലായോ? ഇനി ബാക്കി അദ്ദേഹം പറയട്ടെ. എന്നോട് ജാമ്യയിലെ വിദ്യാർത്ഥികൾ ചിലർ ചോദിച്ചു, ഇങ്ങനെ സമസ്ത തള്ളിയ CIC-ന്റെ
എക്സാം ബോർഡിൽ കൺട്രോളർ ആയിക്കോളൂ, എന്താണ് ഇപ്പൊ അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ നിയമപ്രകാരം CS പുറത്തുള്ള ഒരാളാണ് അത്രേ കൺട്രോളർ ആകേണ്ടത്. അപ്പൊ എനിക്ക് CS പുറത്ത് നിൽക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചു ഞാൻ. എന്താ ചിരിയില്ലേ, ചിരിച്ചാണ്ട് മറിയാം. അതിന് മാത്രം വലിയ വിറ്റാണോ അത്? ഇതൊക്കെ ഞൊണ്ടി ഞായല്ലേ ഉസ്താദെ? സമസ്ത തള്ളിപ്പറഞ്ഞ ഒരു ത്വരീഖത്തുകാരോ അല്ലെങ്കിൽ സമസ്ത പുറത്താക്കിയ ഏതെങ്കിലും ബിദഈ കക്ഷികളോ അല്ലെങ്കിൽ ഏതെങ്കിലും അവാന്തര വിഭാഗങ്ങൾ നിങ്ങളെ അവരുടെ പരീക്ഷാ ബോർഡിൻ്റെ കൺട്രോളറായി ക്ഷണിച്ചാൽ അവിടെ നിങ്ങൾ പോകുമോ? KNMൻ്റെ പരീക്ഷാ ബോർഡിൻ്റെ കൺട്രോളറായി നിങ്ങൾ പോകുമോ? നൂർഷാ ത്വരീഖത്തിൻ്റെത് പോകുമോ? ആലുവ ത്വരീഖത്തിൻ്റെ കൺട്രോളറായി വിളിച്ചാൽ നിങ്ങൾ പോകുമോ? അതുപോലെ മറ്റുള്ള സമസ്ത തള്ളിപ്പറഞ്ഞ സംവിധാനത്തിൻ്റെതൊക്കെ അങ്ങനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിലേക്ക് പോവുമോ? പോകുമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും പോകാം, അതിനൊരു കുഴപ്പമില്ല. അതല്ല പോകൂല എങ്കിൽ ഇതിലും പോകാൻ പറ്റില്ല, അതും സമസ്ത തള്ളിപ്പറഞ്ഞാണ്. അതുകൊണ്ടാണ് ആ ജാമ്യയിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ബോധമുണ്ട്, അവർക്ക് ബുദ്ധിയുണ്ട്, അവർ ആ ചോദ്യം ഉന്നയിച്ചല്ലോ. അതുകൊണ്ടാണ് ആ ചോദ്യം ഉന്നയിച്ചത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. ഇനി തുടർന്ന് പറയട്ടെ. നമ്മളിങ്ങനെ ശത്രുതയിൽ നിൽക്കേണ്ടതല്ല. അപ്പൊ കുട്ടികളുടെ മുഖത്തൊക്കെ പല കുട്ടികളുടെ മുഖത്തും നമ്മളോടൊരു വിരോധം, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒരു വിരോധം മുഖത്ത് ഇങ്ങനെ കാണുന്ന നിലയ്ക്കൊരവസ്ഥ ഇപ്പം ജാമ്യയിലുണ്ട്. ഇപ്പോൾ ജാമ്യയിലെ കുട്ടികളുടെ അവസ്ഥയാണ് പറഞ്ഞത്. അതായത് സ്വന്തം ഗുരുനാഥന്മാരോട് ഒരു വിരോധം മുഖത്ത് ക്ലാസ്സിൽ വരുമ്പോൾ ഗതികെട്ടിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു മുഖഭാവമാണ് അവർക്കുള്ളത് എന്ന് ഉസ്താദ് തന്നെ തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം ആ കുട്ടികൾ അത്രയും ഗതികെട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഉസ്താദ് ഇങ്ങനെ സമസ്തക്കെതിരെ പുറത്തു പോയി പറയുമ്പോൾ അല്ലെങ്കിൽ ആ നിലപാടിനൊപ്പം നിൽക്കുമ്പോൾ ആ കുട്ടികൾക്ക് വല്ലാത്ത മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും. അത് ഉസ്താദിൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഉസ്താദ് പഠിപ്പിച്ചു വിട്ട കുട്ടികൾക്കും ഉണ്ടാകും. ഗതികെട്ട് അവസാന സമയത്ത് അവരതിൽ പ്രതികരിക്കാനും തയ്യാറാകും. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ മറ്റൊരു ഉസ്താദ്, ജാമ്യയിലെ ഉസ്താദ് പറഞ്ഞു അത്രേ, 90% കുട്ടികളും ഞങ്ങൾക്കെതിരാണ്. ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന കാലഘട്ടം അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും, ഒരു ഉസ്താദിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പോലും ഒരു പഴുതുണ്ടായിരുന്നില്ല. അത്രയും ബഹുമാനത്തോടെയാണ് ഞങ്ങൾ ഉസ്താദ്മാരെ കണ്ടിരുന്നത്, അത്രയും ആദരവോടെയാണ് ഞങ്ങൾ ഉസ്താദ്മാരെ, ജാമ്യയിലെ ഉസ്താദ്മാരെ കണ്ടിരുന്നത്. അത്രയും മഹത്വമാണ് ഞങ്ങൾ അവർക്ക് കൽപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറി, കുട്ടികൾ ഡിവൈഡായി, കുട്ടികൾ രണ്ട് തട്ടിലായി. മഹാഭൂരിപക്ഷം കുട്ടികളും സമസ്തയുടെ ഒപ്പം നിൽക്കുമ്പോൾ സമസ്ത വിരുദ്ധരായ ആളുകൾ കാണുമ്പോൾ അവർക്ക് വെറുപ്പും മുഖത്ത് കറുപ്പും ഒക്കെ രൂപപ്പെടുന്നത് അത് സ്വാഭാവികമായ പ്രതിഭാസമാണ്. അതിൽ നിന്നെങ്കിലും നമ്മളൊന്ന് എവിടെയാണ് കുഴപ്പം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി പറയട്ടെ. ഈ വാഫി സിലബസിൽ ന്യൂനതയായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒന്ന് ഫിഖുൽ മുയസ്സറാണ്. വേറെ ഏതെങ്കിലും ഒരു കിതാബിൽ തകരാറുണ്ട് എന്ന് ഒരാളും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ അറിവിലുണ്ട്. ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ തന്നെ ഏതൊക്കെ പുസ്തകങ്ങളിലാണ്, കിതാബുകളിലാണ് തകരാറുള്ളത് എന്ന് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണ സമ്മേളനത്തിൽ MT ഉസ്താദിൻ്റെ പ്രസംഗം മുഴുവനായിട്ട് ഉസ്താദ് ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല. അല്ലെങ്കിൽ ഉസ്താദ് കേട്ടിട്ടും കളവ് പറയുകയാണെന്ന് വിലയിരുത്തേണ്ടി വരും. മറ്റൊന്ന്, യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി, ആ സ്ഥാപനത്തിൽ, അതായത് ഈ വാഫി സംവിധാനത്തിൽ പഠിച്ച കുട്ടികൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. സമസ്തയോട് പ്രതിബദ്ധതയുള്ള, ഹക്കിനോട് പ്രതിബദ്ധതയുള്ള നല്ല കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, അവരും വ്യക്തമാക്കുന്നുണ്ട്. ഇനി അതിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം MT ഉസ്താദിന് തെറ്റുപറ്റി എന്നുള്ളതാണ്. ഫിഖുൽ മുയസ്സർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് MT ഉസ്താദ് മലപ്പുറത്ത് വെച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിന് മുമ്പ് ഇദ്ദേഹത്തിന് വിളിച്ചുവെന്നും ആ വിളിച്ചപ്പോൾ ഇദ്ദേഹം അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുവെന്നും അതിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ കാര്യം ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. അപ്പം MT ഉസ്താദ് ആ പ്രസംഗം അവിടെ നടത്തുന്നതിന് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ വാഫി സിലബസിൽ ഫിഖുൽ മുയസ്സർ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനതിലുള്ള സമയത്ത് ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ച് പറയാറുണ്ട്. ഞാൻ അന്വേഷിച്ചിട്ടാണെന്ന് പറയണ്ടെന്ന് അന്വേഷിച്ച് പറയുന്നത്. അത് കഴിഞ്ഞല്ലോ, അതിന് മേലെ കൊല്ലത്തെ അടുത്തേക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ ഫിഖുൽ മുയസ്സർ ഇല്ല. ഞാൻ ആ വിവരം MT ഉസ്താദിന് കൈമാറി. ഇങ്ങനെയാണ് പറഞ്ഞത്, കഴിഞ്ഞല്ലോ അതിന്റെ മേലെ കൊല്ലത്തെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഉസ്താദിന് ഒരു കാര്യം ഉറപ്പായി, ആ കഴിഞ്ഞ വർഷം വരെ ഫിഖുൽ മുയസ്സർ വാഫി സിലബസിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായല്ലോ. കാരണം എൻ്റെ നേരിട്ട് വിവരം കിട്ടി. ആ ധൈര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അന്ന് അവിടെ പ്രസംഗിച്ചത്. അപ്പൊ ഇന്ന് ഒരു കാര്യം, ഉസ്താദ് നേരിട്ട് കണ്ടുപിടിച്ചതല്ല എന്നതിന് തെളിവാണ്. കാരണം നേരിട്ട് കണ്ടുപിടിച്ചാണെങ്കിൽ എന്നോട് ചോദിക്കൂല. ആ മുമ്പിലിരിക്കുന്ന പൊട്ടന്മാരായ ആളുകളെ നിങ്ങൾക്ക് വീണ്ടും പൊട്ടന്മാരാക്കാം. അതല്ലാതെ ഇത് അറിയുന്ന ആളുകളോട് പറയാൻ പറ്റുള്ളൂ ഉസ്താദെ. കാരണം ബഹുമാനപ്പെട്ട MT അബ്ദുള്ള ഉസ്താദ് അദ്ദേഹം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത്. കാരണം മുമ്പ് ഇത് വിവാദം ഉണ്ടായിട്ടുണ്ട്.
നിങ്ങൾ പറഞ്ഞപ്പോഴല്ല ഫിഖുൽ മയസറിനെ കുറിച്ച് നിങ്ങളോട് അന്വേഷിച്ചപ്പോഴോ നിങ്ങൾ പറഞ്ഞപ്പോഴോ അല്ല MT അബ്ദുൽ മുസ്ലിയാർ ഇത് അറിയുന്നത്. ഇത് മുമ്പേ വിവാദമായതാണ്. ആ ഓർമ്മയിലാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇത് ഇപ്പോഴുണ്ടോ എന്നാണ് നിങ്ങളോട് അന്വേഷിച്ചത്. ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ അത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അന്വേഷിച്ചത്. അതിൻ്റെ എല്ലാ അരകും മൂലയും പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് വിളിച്ചിരിക്കാം. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിഷയം സംഭവിച്ചു എന്ന കാര്യം അവിടെ ഉദ്ധരിക്കുക മാത്രമാണ് ബഹുമാനപ്പെട്ട MT ഉസ്താദ് അവിടെ ആ മലപ്പുറത്ത് വെച്ചുകൊണ്ട് ചെയ്തത്. ഇനി ആ ഫിഖുൽ മുയസ്സറിൽ എന്താണ് ഉള്ളത് എന്നും കൃത്യമായിട്ട് MT ഉസ്താദ് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് അവിടെ MT ഉസ്താദ് കൊണ്ടുവന്ന് ഇത്ര കട്ടിയുള്ളൊരു ഫിഖുൽ മുയസ്സറാണ്, അതല്ല വാഫിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട് കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിഖുൽ മുയസ്സറുമായിട്ട് ഇദ്ദേഹം വന്നിട്ടുണ്ട്. കേൾക്കുമ്പോൾ ചിരി വരും. കാരണം നമ്മളൊക്കെ ഈ വിഷയത്തിൽ നല്ല ആയത്തിലൊന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ MT അബൂബക്കർ ദാരിമി ഉസ്താദ് കൃത്യമായ വിശദീകരണം നൽകിയത്, അത് ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതൊക്കെ ഞാനാണ്. അതുകൊണ്ട് ഈ വിഷയം കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ ചിരി വരികയാണ്. കാരണം ഇത്രയും നിങ്ങൾ പിന്നെ വേറെ MT അബ്ദുൽ മുസ്ലിയാരൊക്കെ പിന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം കളവ് പറയുകയോ ആണ് എന്ന 100% ബോധ്യത്തോടെയാണ് ഞാൻ പറയുന്നത്. ആ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തരാം. അതായത് ഇദ്ദേഹം ഒരു ഫിഖുൽ മുയസ്സർ കാണിക്കാൻ പോകുന്നുണ്ട്. ആ ഫിഖുൽ മുയസ്സർ കൊണ്ട് തന്നെ ഇദ്ദേഹം ജാമ്യയിലും സെമി ബാച്ചിലും ഫൈനൽ ബാച്ചിലും ഒക്കെ ചെന്നിട്ട് ഇതാണ് ആ ഫിഖുൽ മുയസ്സർ, ഇതിൽ 20 റക്അത്താണ് ആണ് ഉള്ളത്, ഇതിനെങ്ങനെ 8 അർത്ഥം വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതായിട്ട് ചില കുട്ടികൾ നമുക്ക് വാട്സപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് വിവരിച്ചു കൊടുത്തു. ഇന്നതാണ് അവിടെ സംഭവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇതാണ് ഫിഖുൽ മുയസ്സർ, യഥാർത്ഥ ഫിഖുൽ മുയസ്സർ ഇതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താണ്. പക്ഷേ ഇദ്ദേഹം കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല ബോധമുണ്ട്. കാരണം കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ കാണുന്നതാണ്. MT അബൂബക്കർ ദാരിമിൻ്റെ ആ വീഡിയോ കണ്ടാൽ എല്ലാ സംശയവും മാറും ഫിഖുൽ മുയസ്സറുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം 4-5 എഡിഷനുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. 4-5 അതിൻ്റെ കോപ്പികൾ, അതായത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത ഫിഖുൽ മുയസ്സർ അഹമ്മദ് ഐസ ആഷൂറിൻ്റെ ഫിഖുൽ മുയസ്സറാണ്. അതാണ് MT ഉസ്താദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വായിച്ചത്. റോസ് ലോഡ്ജിൽ വെച്ചുകൊണ്ട് വായിച്ചത് അതാണ്. എന്നിട്ട് ഇദ്ദേഹം അതിനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അതുകൊണ്ട് ഇനി ഇഷുറൂന എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ 8 നൃത്തം വെക്ക് എന്ന് ചോദിച്ചു ഞാൻ. അത് പറ്റൂലല്ലോ. ഇഷുറൂന എന്ന് പറഞ്ഞാൽ 20 നൃത്തം വെക്കാൻ പറ്റൂലല്ലോ. അത് മഹാന്മാരായ 40 ഔലിയാക്കൾ തീരുമാനിച്ചാൽ അത് തെറ്റൂലാറിന് കാട്ടി നമുക്ക് അങ്ങനെ അർത്ഥം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മുഷാവറിനെ പരിഹസിക്കുക കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും ബുദ്ധിയുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. എന്തായാലും അതിരിക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണെന്ന് നോക്കാം. ഈ ഫിഖുൽ മുയസ്സർ ഇദ്ദേഹം ബോധപൂർവം ഒന്നെങ്കിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം കുട്ടികൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇതല്ല ഫിഖുൽ മുയസ്സർ എന്ന്. ഇതല്ല ആ ഫിഖുൽ മുയസ്സർ. യഥാർത്ഥ ഫിഖുൽ മുയസ്സർ അഹമ്മദ് ഐസ ആഷൂറിൻ്റെ ഫിഖുൽ മുയസ്സറാണ്. അത് 97-98 കാലങ്ങളിൽ അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരതിന് പറയാറുള്ള ന്യായം എന്തെന്ന് വെച്ചാൽ അത് വാഫി സിലബസല്ലല്ലോ, വാഫി സിലബസ് 2000-ലാണ് വന്നത് എന്നാണ്. ഒരിക്കലും അത് വാഫി സിലബസ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആ പഠിച്ചിറങ്ങിയ ആളുകളാണ് ഒന്നാമത്തെ വാഫികളായി 2004 ഇറങ്ങിയത്. അപ്പോൾ അന്ന് പഠിച്ച ആളുകൾ ഇന്ന് വാഫികളാണ്. 4-5 വാഫികളുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇവരൊക്കെ ഫിഖുൽ മുയസ്സർ പഠിച്ചിട്ടുണ്ട്, നിഷേധിക്കാൻ തയ്യാറാകുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ട്, ഇന്ന് യൂട്യൂബിലുണ്ടത്. നിഷേധിക്കാൻ കഴിയില്ല. കാരണം എന്താ, അതിനുള്ള അപ്പുറത്തുള്ള പണി നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിഷേധിക്കുമ്പോൾ അത് ശരിയാവും. അതുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ അഹമ്മദ് ഐസ ആഷൂറിൻ്റെ കിതാബ് തന്നെ ഹക്കീം ഫൈസി ഇവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിച്ച ആളുകളാണ് നമ്മളോട് ഇത് പറഞ്ഞത്. പഠിച്ച ആളുകൾ, അവരുടെ കയ്യിൽ ആ കിതാബുണ്ട്. ആ കിതാബാണ് MT ഉസ്താദ് അവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്. ഇദ്ദേഹം അതിനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇനി MT ഉസ്താദ് അവിടെ വിവരിക്കുന്നതൊന്ന് കേട്ട് നോക്ക് നിങ്ങൾ. അൽ ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്ന ഒരു കിതാബാണ്. ഈ ഫിഖുൽ മുയസ്സറിൽ ഇതില് കണ്ടോ, ഇത് സിലബസ് വെച്ചു. വാഫിക്കാരുടെ സിലബസിൽ ഈ കിതാബ് വെച്ചു, പഠിപ്പിച്ചു. ഇടക്കിടക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സ്ഥിരതല്ല. പിന്നെ അത് മാറ്റി വറന്നാക്കും, അത് മാറ്റി വറന്നാക്കും, ഉസൂലൊക്കെ തന്നെ. അപ്പൊ ഈ കിതാബ് വെച്ച് പഠിപ്പിച്ചു. തറാവീഹിനെ സംബന്ധിച്ചാണ് പറയുന്നത്. 8 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇഖ്തിദാഅൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. അതായത് ഇതിൻ്റെ രത്ന ചുരുക്കം അഹമ്മദ് ഐസ ആഷൂറിൻ്റെ സലഫി ചിന്തകനായ, സലഫിയായ വിശ്വാസധാരയിലുള്ള, അതായത് വഹാബി വിശ്വാസധാരയിലുള്ള അഹമ്മദ് ഐസ ആഷൂർ എന്ന് പറയുന്ന ആളുടെ ഫിഖുൽ മുയസ്സർ അവിടെ പഠിപ്പിക്കപ്പെട്ടു. അത് പിന്നീട് വിവാദമായ സമയത്ത് അത് മാറ്റിയിട്ട് ഇവരൊരു ഫിഖുൽ മുയസ്സർ ഉണ്ടാക്കി. ഉണ്ടാക്കിയ ഫിഖുൽ മുയസ്സറിൻ്റെ കാര്യം തന്നെ ബഹുരസാണ്. അതൊക്കെ ആ വീഡിയോയിൽ MT അബൂബക്കർ ദാരിമി പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉണ്ടാക്കി. അതിനുശേഷം
ആ കിതാബ് പിന്നെയും മാറ്റി. അങ്ങനെ പലതവണ മാറ്റിയിട്ടാണ് പല അവസാനത്തെ എഡിഷൻ ഫിക്കുൽ മസറക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഏത് എഡിഷനാണെന്ന് ഇദ്ദേഹം വ്യക്തമാക്കിയാൽ അതിൻ്റെ കഥ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അത് കാണിച്ചിട്ടാണ് ഈ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മുന്നിലിരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കൃത്യമായി പഠിച്ച ഇഴകേറി പരിശോധിച്ച ആളുകളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് കുടുങ്ങാണ്. ഇദ്ദേഹം ഈ വീഡിയോയിൽ ആകെ 2 സത്യങ്ങളാണ് പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒന്ന്, നേരത്തെ പറഞ്ഞ കുട്ടികൾക്കൊക്കെ നമ്മളോട് വെറുപ്പാണ് എന്നുള്ള കാര്യം. ഒരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്, ആലിക്കുട്ടി ഉസ്താദ് ചില സംഘടനാ കെട്ടുപാടുകളിൽ പെട്ടതായിരുന്നു, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നിലപാട് ഇതല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ അറിയാതെ ഒരു സത്യം അദ്ദേഹം അവസാന സമയത്ത് പറയുന്നുണ്ട്. അതൊന്ന് നമ്മൾ കേട്ടു നോക്കാം. എനിക്ക് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് എൻ്റെ മകൻ സനത് വാങ്ങുന്ന ആ സമ്മേളനം കോഴിക്കോട് നടന്നത്. അപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, എൻ്റെ മകൻ സനത് വാങ്ങേണ്ടി ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. അതോ വാങ്ങിക്കോളും, ഇപ്പം ഞാൻ പോകേണ്ടത്, ഇപ്പോൾ അതൊരു പ്രശ്നമാക്കണ്ടായിരുന്നു എന്നോട്. അങ്ങനെ എനിക്കതിന് പോകാൻ സാധിക്കാത്ത ആ ഒരു ഖേദപ്പോഴും മനസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനോട് ചോദിച്ചു, എൻ്റെ മകൻ വാഫി സനത് വാങ്ങുകയാണ്, ആ പരിപാടിക്ക് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് പോണ്ടാന്ന്. അതിന് നിങ്ങൾ പോണ്ട എന്ന കണിശമായ നിലപാടാണ് ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ. എന്നിട്ടും ആലിക്കുട്ടി ഉസ്താദിന് ആരോ സംഘടനയിൽ കുടുക്കിയതാണ് എന്ന് പറയണമെങ്കിൽ എത്ര തൊലിക്കട്ടി വേണം, ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ആ കാര്യം അദ്ദേഹം ഇവിടെ തുറന്നു പറഞ്ഞത് വളരെയധികം നമ്മൾ സന്തോഷിക്കുകയാണ്, അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതുകൂടി പറഞ്ഞതോടുകൂടി ആലിക്കുട്ടി ഉസ്താദിൻ്റെ വിഷയത്തിൽ തീരുമാനമായി. കാര്യങ്ങൾ കൃത്യമായ ആലിക്കുട്ടി ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തോടും പറഞ്ഞു ആ സനത് ദാനത്തിന് നിങ്ങൾ പോണ്ടാൻ. അതിൻ്റെ പേരിൽ ഇദ്ദേഹം ഖേദിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹം അവസാനത്തിൽ ചെയ്യണത്, ആലിക്കുട്ടി ഉസ്താദിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ആലിക്കുട്ടി ഉസ്താദ് അങ്ങനെ സംഘടനാ കെട്ടുപാടിലൊക്കെ കെട്ടിക്കുടുങ്ങിയിട്ട് നിങ്ങളോട് അങ്ങനെ പിന്നെ ആ വിഷയങ്ങളൊക്കെ നിലപാടെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആലിക്കുട്ടി ഉസ്താദിനോട് വെറുപ്പൊന്നും വിചാരിക്കേണ്ട. അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, ആലിക്കുട്ടി ഉസ്താദിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എങ്ങനെയുണ്ട്? എന്നാൽ പിന്നെ എല്ലാ മുജാഹിദ് ജമാഅത്തിൻ്റെ ആളുകളും പറയും ആലിക്കുട്ടി ഉസ്താദ് ഈ സംഘടനാ കെട്ടുപാടുകളിൽ പെട്ടതായിരുന്നു. അതുകൊണ്ട് മുജാഹിദിൻ്റെ ആളുകൾ അവിടെ വന്നിരുന്നല്ലോ. അവിടെ ആലിക്കുട്ടി ഉസ്താദ് മരിച്ചപ്പോൾ മുജാഹിദിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ആൾക്കാർ അവിടെ വന്നിരുന്നു. അവരും പറയുണ്ടാവും ചിലപ്പോൾ അവരാളുകളോട്, എന്ത് ആ ആലിക്കുട്ടി ഉസ്താദ് ചില സംഘടനാ കെട്ടുപാടുകളിലൊക്കെ പെട്ടുപോയതാണ്, അദ്ദേഹം നമ്മളാളായിരുന്നു, നമ്മളോട് അദ്ദേഹത്തിനൊരു എതിർപ്പുണ്ടായിരുന്നില്ല എന്ന് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെ തബ്ലീഗ് ജമാഅത്തുകാരൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്താ ചെയ്യുക? മരിച്ചതിന് ശേഷം എന്തും പറയാലോ. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ചെയ്യുക? ജീവിതകാലത്ത് കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു നിരാശ മരണശേഷം ഇങ്ങനെ തീർക്കാനാണ് വിധിയെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.